ട്രൂക്കിന്റെ ബ്രാൻഡിൽ നമ്മൾ ആദ്യമായിട്ട് അൺബോക്സ് ചെയ്യുന്നത് ട്രൂക്കിന്റെ ബഡ്സ് Q2 എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ആണ്. ഞാൻ ആക്ച്വലി ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഇംപ്രസ്ഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതിൽ തന്നെ ഞാൻ പറയുന്നുണ്ട് 1500 രൂപയ്ക്ക് ഉറപ്പായിട്ട് നിങ്ങൾ കണ്ണും പൂട്ടി വാങ്ങിച്ചോളുന്ന. പക്ഷേ ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. കുറച്ച് നാളുകൾക്ക് ശേഷം ഡ്യൂറബിലിറ്റി ഇഷ്യൂസ് ഞാൻ പലപ്പോഴും ഫേസ് ചെയ്തിട്ടുണ്ട്. അതൊരു ട്രൂക്കിന്റെ ബഡ്സ് Q2 മാത്രമല്ല, നമ്മുടെ BTG 3 പോലും ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വാറണ്ടി ക്ലെയിം ചെയ്തു. പക്ഷേ വാറണ്ടി ക്ലെയിം ചെയ്ത സമയത്ത് എനിക്ക് അവരിൽ നിന്ന് കിട്ടിയൊരു റെസ്പോണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇയർബഡുകൾ റീസെറ്റ് ചെയ്താൽ മതി, സാധനം ശരിയാവുന്നു. പക്ഷേ ഇതുവരെ അങ്ങോട്ട് ശരിയായിട്ടില്ല. ഞാൻ കഴിഞ്ഞ നമ്മുടെ ട്രൂക്കിന്റെ വാറണ്ടി എങ്ങനെ രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ നമ്മൾ കണ്ട പോലെ ഇനി ഓഫ്ലൈൻ സർവീസ് സെന്ററിലേക്ക് ഞാൻ കൊണ്ടുപോവുകയാണ്. അതിൽ എന്താണ് വരുന്നതെന്നുള്ളത് അടുത്ത തന്നെ ഒരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിവിടെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ട്രൂക്കിന്റെ ഈ വരുന്ന മെയ് 25 പുതിയൊരു ഇയർബഡ് ലോഞ്ച് ആകുമ്പോൾ ഉച്ചയ്ക്ക് 12 മണിക്ക് ഫ്ലിപ്കാർട്ടിൽ ബഡ്സ് F1 വെറും 1000 രൂപയ്ക്ക് ഉള്ളിനകത്ത് നമുക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാം. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഈ പറയുന്നത് ഒരു ഓവർവ്യൂ മാത്രമാണ്. എന്നാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് വേണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുവാണെങ്കിൽ ഞാൻ ഒരു അൺബോക്സിംഗ് ചെയ്യുന്നതാണ്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുന്നതിലൂടെ ട്രൂക്ക് ബഡ്സ് F1 നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകളെന്ന് മനസ്സിലാവുന്നതാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്ലാക്ക്, ബ്ലൂ എന്നിങ്ങനെ 2 കളേഴ്സിലാണ് നമുക്കിത് ലഭ്യമാകുന്നത്. ഏതിനാണെങ്കിലും ഫസ്റ്റ് സ്പെഷ്യൽ ലോഞ്ച് ഓഫർ എന്നുള്ള രീതിക്ക് വെറും 899 കിട്ടുന്നതാണ്. അതായത് 1000 രൂപയ്ക്കുള്ളിൽ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. മേ ബി ഇതിന്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത് 1299 രൂപയായിരിക്കാം. ഇനി അതല്ല, ചിലപ്പോൾ ഈ ഒരു 899 രൂപയ്ക്ക് തന്നെ ഇത് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാനും ചാൻസസ് ഉണ്ട്. എന്തായാലും കേസ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ക്ലാസിക് കേസ് ഡിസൈൻ എന്നാണ് ഇവർ ഇതിനെ ഈ ഒരു കേസിനെ പറയുന്നത്. എന്തായാലും അത്യാവശ്യം നല്ല ഒരു കേസ് തന്നെയാണ്. മാറ്റ് ഫിനിഷ്ഡ് ഡിസൈൻ ആണ്, നമുക്ക് ഈ ഒരു ഫോട്ടോയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. കൂടാതെ ഏറ്റവും മുന്നിലായിട്ട് ഹിഡൻ ഡിജിറ്റൽ ബാറ്ററി ഇൻഡിക്കേറ്റർ നമുക്ക് കാണാൻ സാധിക്കും. പൊതുവെ ഒരു Q2 ആണെങ്കിലും S1 ആണെങ്കിലും അതിലൊക്കെ തന്നെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അകത്ത് ഇതുപോലെ എത്ര പെർസെന്റേജ് നമുക്ക് കേസിൽ ചാർജ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ അകത്തല്ല, പുറത്ത് തന്നെ ഹിഡൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇത് വെറും ഒരു കേസ് അല്ല, 300 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു പവർ ബാങ്ക് കൂടിയിട്ടാണ്. ഈ ഒരു 300 mAh നമുക്ക് 48 മണിക്കൂറാണ് കമ്പനി അവകാശപ്പെടുന്ന പ്ലേ ടൈം എന്ന് പറയുന്നത്. കൂടാതെ 1.5 മണിക്കൂറാണ് 100% ചാർജ് ആകാനായിട്ട്. അതുപോലെ തന്നെ ടൈപ്പ് സി ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ 10 മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചാർജ് കഴിഞ്ഞാൽ 100 മിനിറ്റ് നമുക്ക് ടോട്ടൽ പ്ലേ ടൈം ലഭ്യമാകുന്നതാണ്. 5 വോട്ട്സിന്റെ അഡാപ്റ്ററാണ് കമ്പനി അവകാശപ്പെടുന്ന ചാർജിങ് അഡാപ്റ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഈ ഒരു 5 വാട്ട്സിന്റെ അഡാപ്റ്റർ തന്നെ യൂസ് ചെയ്ത് ചാർജ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 5 വാട്ട്സിന്റെ അഡാപ്റ്റർ ഇല്ലെങ്കിൽ ഒന്നെങ്കിൽ ലാപ്ടോപ്പോ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അതിലും, അല്ലെങ്കിൽ പവർ ബാങ്കിലും വെച്ചിട്ട് ചാർജ് ചെയ്യുക. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ സ്വന്തം റിസ്കിൽ ഈ ഒരു ഫാസ്റ്റ് ചാർജറൊക്കെ വെച്ചിട്ട് ചാർജ് ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ. ഇനി കേസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്ത് ഇൻസ്റ്റന്റ് പെയറിംഗ് ടെക്നോളജി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് നമ്മൾ ഇൻസ്റ്റാ വേക്കൻ പെയർ ടെക്നോളജി, ഹൈപ്പർ സിങ്ക് ടെക്നോളജി എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ കേസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഏത് ഡിവൈസിലാണോ ഓൾറെഡി പേ ചെയ്തിരിക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് കണക്റ്റഡ് ആകുന്നതാണ്. ഇയർബഡുകൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഡിസൈനോട് കൂടിയിട്ട് തന്നെ നമ്മുടെ റെഡ്മി ഇയർബഡ്സ് 3 Pro ഉണ്ടല്ലോ, അത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിപ്പുണ്ട്. ഇതേ ഡിസൈനാണ് നമുക്ക് ആക്ച്വലി ഇവിടെയും കാണാൻ സാധിക്കുന്നത്. 6mm കോമ്പോസൈറ്റ് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ 2 ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുന്നത്. സിംഗിൾ ചാർജിൽ 10 മണിക്കൂർ നമുക്ക് ഈ ഒരു ഇയർബഡുകളിൽ നിന്നും പ്ലേ ടൈം ലഭ്യമാകുന്നതാണ്. എന്നാൽ എത്ര mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ടെന്ന് തന്നെ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. 10 മണിക്കൂർ ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 40 mAh നമ്മുടെ BTG 3 ആണെങ്കിലും നമ്മുടെ ട്രൂക്കിന്റെ ബഡ്സ് S2 തന്നെ 40 mAh ആയിരുന്നു. അത് തന്നെ ആയിരിക്കാം ഇവിടെയും നമുക്ക് ഉണ്ടാവാൻ ചാൻസസ് കൂടുതൽ. ഇനി ഒരു പ്രോഡക്റ്റിന്റെ മൈക്കിലോട്ട് വരുവാണെങ്കിൽ ഡ്യുവൽ മൈക്ക് വിത്ത് ENC ആണ്. എൻവയോൺമെന്റൽ നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്, എന്നാൽ കോഡ് മൈക്ക് ഇല്ല. 2 മൈക്ക് ഓരോ ഇയർബഡുകളിലും ഉള്ളൂ എന്ന് പറഞ്ഞും എന്താ പറയുക, ENC കൊണ്ട് അത്യാവശ്യം മൈക്ക് ക്വാളിറ്റി ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. പൊതുവേ ഇതിലൊക്കെ തന്നെ ട്രൂക്കിന്റെ പ്രോഡക്റ്റുകളൊക്കെ തന്നെ ആവറേജ് മൈക്ക് ക്വാളിറ്റിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറഞ്ഞാൽ 5.3, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറഞ്ഞാൽ 10 മീറ്റർ ഉണ്ട്. കൂടാതെ IPX4 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉള്ളത് തന്നെ അത്യാവശ്യം ഡ്രസ്സിലെങ്കിലും അല്ലെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്താലും വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ഇതിനകത്ത് പിന്നെ അൾട്രാ ലോ ലേറ്റൻസി ഉണ്ട് 55 ms. അതുകൊണ്ട് തന്നെ നമുക്ക് ഗെയിം കളിക്കുമ്പോഴത്തേക്ക് ആ ഒരു ഗെയിം മോഡ് ഓൺ ആക്കി ഇടുവാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഗെയിം കളിക്കാൻ പറ്റും. അതുപോലെ തന്നെ 5.3 ഉള്ളതുകൊണ്ട് തന്നെ ഗെയിം മോഡ് ഓഫ് ആക്കിയിട്ട് പോലും നമുക്ക് വീഡിയോസ് യൂട്യൂബിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഇന്റേണൽ എക്സ്റ്റേണൽ പ്ലെയറിൽ വീഡിയോസ് കാണുമ്പോഴും വേറെ ലാഗൊന്നും ഇല്ലാണ്ട് വീഡിയോസ് പോലും കാണാനൊക്കെ സാധിക്കുന്നതാണ്. മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ ഒരു മൈക്ക് ക്വാളിറ്റിയും
അതുപോലെ തന്നെ ലോ ലേറ്റൻസി ഒക്കെ. എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ഏകദേശ ധാരണ വെച്ചങ്ങ് പറയുന്നതേ ഉള്ളൂ. SBC AAC കോഡക്സ് ഉണ്ട് കേട്ടോ മ്യൂസിക്കിൽ നമ്മൾ നോക്കുവാണെങ്കിൽ. അതുകൊണ്ട് തന്നെ 100% നമ്മൾ പാട്ട് കേട്ടാലും അങ്ങനെ പെട്ടെന്ന് ഒരു പതർച്ച ഉണ്ടാവാൻ ചാൻസസ് ഇല്ല. എന്നാലും ചിലപ്പോൾ അറിയത്തില്ല ട്രൂക്കിൻ്റെ പ്രോഡക്റ്റ് ആണ്, കേട്ടു നോക്കിയാൽ അവിടെയും നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ AAC കോഡൊക്കെ ഉള്ളത് നമുക്ക് അതും 1000 രൂപയ്ക്കുള്ളിൽ നമുക്ക് വാങ്ങിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ് കേട്ടോ. ഒരു വർഷം നമുക്ക് വാറന്റി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാൻ പറ്റുന്നത്. 899 രൂപയ്ക്ക് ഇത് വർത്ത് ബൈങ് ആണോ ഇല്ലയെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും സ്പെക് വൈസ് നോക്കുകയാണെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങിക്കാൻ സാധിക്കുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ട്രൂക്കിൻ്റെ പ്രോഡക്റ്റുകളുടെ ഡ്യൂറബിലിറ്റി ഇഷ്യൂസ് പലപ്പോഴും ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്, മറ്റുള്ളവരും ഫേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വാങ്ങിക്കുമ്പോഴത്തേക്ക് നമ്മൾ അതൊന്ന് മനസ്സിൽ കണ്ടിട്ട് അല്ലെങ്കിൽ മുന്നിൽ കണ്ടിട്ട് മാത്രം വാങ്ങിക്കാന്നേ ഉള്ളൂ. അതർവൈസ് വേറെ ഒരു കുഴപ്പമില്ലാണ്ട് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ട്രൂക്കിൻ്റെ ബഡ്സ് F1 കുറിച്ചിട്ടുള്ള ഏകദേശം ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ അൺബോക്സിംഗ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോയുടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തട്ടെ, എങ്കിൽ ഞാൻ വാങ്ങിച്ചിട്ട് അൺബോക്സ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു നമ്മുടെ ഫാമിലിയായിട്ട് ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.